പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ചന്ദ്രഗ്രഹണമാണെന്ന് തോന്നുന്നു. ഞാനിങ്ങോട്ട് വണ്ടിയിൽ പോരുമ്പോൾ ന്യൂസ് വെച്ചു. അപ്പോൾ ഇന്ത്യയിൽ രാത്രി ചന്ദ്രഗ്രഹണം, അമേരിക്കയിൽ പകല് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഈ ഒരു നല്ല ദിവസം തന്നെ നമ്മുടെ പ്രൊഫസർ ഡോക്ടർ നൈനാൻ മത്തുള്ള ഈ ബൈബിൾ സ്റ്റഡി ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ എടുത്ത നന്നായി എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല അന്ധവിശ്വാസമാണോ ഒന്നും അറിയില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രം സാന്ദർഭികമായിട്ട്. അപ്പോൾ ഈ ലോകത്തിൽ ബില്യൺ കണക്കിന് അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ട, ഫ്രീ ആയിട്ടും പെയ്ഡും ആയിട്ട് വിതരണം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിൾ. പഴയ നിയമവും പുതിയ നിയമവും അത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ, അത് കേട്ടിട്ടുണ്ട്. പിന്നീട് ദൈവം ഒരു പിടി മണ്ണെടുത്ത് പുരുഷനെ സൃഷ്ടിച്ചു, ഒരു പിടി മണ്ണ്. അതിനുശേഷം ആ പുരുഷനെ ദൈവം ഉറക്കിക്കിടത്തി. ആ പുരുഷന്റെ വാരിയല്ലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷന്മാർക്ക് വാരിയല്ലില്ല, നട്ടലില്ല, ശക്തി കുറവ്. അതുകൊണ്ട് ശക്തി കൂടുതൽ സ്ത്രീജനങ്ങൾക്കാണ്. അതായത് വിൽ പവർ എന്ത് കാര്യത്തിന് സ്ത്രീജനങ്ങൾക്കാണ് എന്ന് ഒരു വാദം. അതിനപ്പുറം വേറെ ചില പുരുഷന്മാർ പറയുന്നു, അല്ല, നിന്റെ വാല്യൂ, നീ എൻ്റെ കീഴിലാണ്, കാരണം നീ വെറും എൻ്റെ അസ്ഥി മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ഇത് തർക്കങ്ങളുണ്ടാകാം. ഓക്കെ, ബൈബിൾ ഇവിടെ പലരും സംസാരിച്ചതിനിടയിൽ പറഞ്ഞു പല കാര്യങ്ങളും ദുരൂഹമാണ്. സിമ്പിളാണ് ചില കാര്യങ്ങൾ, ചിലത് ദുരൂഹമാണ്, അതും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ വിശദമായിട്ട് കെട്ടഴിച്ച് നമ്മുടെ സമൂഹ മധ്യത്തിൽ ഇത് പഠിപ്പിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ പ്രൊഫസർ നൈനാൻ മത്തുള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈബിൾ സ്റ്റഡി, ഒരു അധ്യാപക സംഘം ഇത് പഠിപ്പിക്കാനായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് അദ്ദേഹം ഇവിടെ വിവരിച്ചതനുസരിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ഒക്കെ വിദ്യാർത്ഥികളോടൊപ്പമാണ് പഠനം നടക്കുന്നത്. ഒരു അധ്യാപകൻ അതിനെ ലീഡ് ചെയ്യുന്നു, അതിന് വഴി ഒരുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രത്യേക ഒരു ന്യൂവസ്റ്റ് മോഡൽ ഓഫ് ബൈബിൾ സ്റ്റഡി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ നിന്ന്. പിന്നീട് നമ്മൾ ഈ ബൈബിൾ നമ്മുടെ പള്ളികളിൽ, പിന്നീട് ധാരാളം പത്തനംതിട്ട, ഞാൻ തൊടുപുഴക്കാരനാണ്, ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരല്പം കുറവാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ പോയാൽ ധാരാളം മതപ്രസംഗങ്ങൾ ബൈബിളിൻ്റെ കൊട്ടി പാടുന്ന കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉള്ള ബൈബിള് വെറുതെ കേട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ, അത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്നു, സാമ്പാർ എല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ബിരിയാണി, ഇവിടെ നിന്ന് അപ്പനാബസാറിൽ നിന്ന് കിട്ടുന്ന ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കുന്നു. പക്ഷേ ആ ബിരിയാണി കഴിച്ച് വിഴുങ്ങിയ മാത്രം പോരാ, അത് ശരിക്ക് ചവച്ചരച്ച് കഴിച്ച് ഉള്ളിൽ ചെന്ന് ഡൈജസ്റ്റ് ചെയ്യണം, നമ്മുടെ രക്തത്തിൽ കലരണം. അതേമാതിരിയാണ് ബൈബിൾ വായിച്ചാൽ പോരാ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യം മാതിരി തന്നെ അത് ശരിക്ക് ഡൈജസ്റ്റ് ചെയ്യണം. അതിനാണ് ഈ പഠന ക്ലാസ്സുകൾ അദ്ദേഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വ്യക്തികൾ എടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പോൾ ബൈബിളിലെ 1-2 വാചകങ്ങൾ എനിക്കും ചില അവസരത്തിൽ പിടികിട്ടുന്നില്ല. കാരണം ഞാനും ബൈബിൾ ക്ലാസ്സിൽ പോയി ഇരിക്കണം, പഠിക്കണം, പഠനത്തിൻ്റെ കുറവാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരുപക്ഷെ
നമ്മൾ കേട്ടല്ലോ, നമ്മളെല്ലാം ദൈവം ഒരു പിടി മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മളെല്ലാം മണ്ണിൻ്റെ മക്കളാണ്, ബഹുമാന്യരായ മണ്ണിൻ്റെ മക്കളാണ്. അപ്പോൾ ചില അവസരത്തിൽ ചിലർ ചോദിക്കാറുണ്ട്, അത് കാര്യമായതാണോ, കാര്യമാത്ര പ്രസക്തമായതാണോ അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ തലയിൽ എന്നാ കളിമണ്ണാണോ എന്നൊക്കെ ചില അവസരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പറയാനുണ്ട്. ഇതെല്ലാം സർവ്വസാധാരണമാണ്. ബൈബിളിൽ ഒരു വചനം എടുക്കാം. ഇപ്പോൾ മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിപ്പിൻ കൊടുക്കപ്പെടും. അപ്പോൾ മുട്ടാത്തവനും ചോദിക്കാത്തവനും ഒന്നും ഇല്ലേ? അവിടെ there is no justice. നമ്മൾ ദൈവം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും നീതി കൊടുക്കുന്ന നീതിമാനായ ദൈവം എന്നാ പറയുന്നത്. അപ്പോൾ മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഞാൻ മുട്ടി? ചിലർ പല പ്രാവശ്യം അപേക്ഷിക്കും, മുട്ടും, എന്നിട്ടും അവർക്കായിട്ട് വാതിലുകൾ തുറക്കപ്പെടുന്നില്ല. അതേ അവസരത്തിൽ ദുഷ്ടമായ ജീവിതം, റൗഡി തരത്തിലുള്ള ജീവിതം നയിച്ച ചില വ്യക്തികളുടെ മുൻപിൽ സുഖ സൗകര്യങ്ങളുടെ ഈ ലോക മോശത്തിൻ്റെ വാതിലുകൾ, സ്വർഗവാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. അതെന്തുകൊണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ബൈബിൾ പഠിപ്പിക്കുന്നവർ ദയവായിട്ട് ഉത്തരം തരും. അദ്ദേഹം പറഞ്ഞല്ലോ, പല കാര്യങ്ങൾക്കും ഉത്തരം തരും. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഉത്തരം കണ്ടുപിടിക്കും. ആകാശത്തിലെ പറവകൾ ഒക്കെ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും പക്ഷേ നമുക്കങ്ങനെ പറ്റുമോ? ബൈബിളിലെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാനും ആകാശത്തിൽ ഒരു പറവയാണ്. ഞാൻ നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഡൗൺ ടൗണിൽ പോയി വർക്ക് ചെയ്യണം, വണ്ടി കയറി കഷ്ടപ്പെട്ട് അവരുടെ മുമ്പിൽ ഈ പറഞ്ഞാൽ, നീ എന്തിനാ അവിടെ പോകുന്നത്? ആകാശത്തിലേക്ക് നോക്കൂ, കളപ്പുര, അവർക്ക് അധ്വാനമില്ല, കളപ്പുരകളിൽ ഒന്നും ശേഖരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും അതേമാതിരി വീട്ടിൽ കുത്തിയിരുന്ന് കിടന്നുറങ്ങിയോ? 10 മണിക്കോ 12, ഞാൻ 80 years ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ റിട്ടയർ ആയിട്ടിപ്പോൾ ഏകദേശം 10-20 വർഷമായി ന്യൂയോർക്കിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറക്കം രാത്രിയിൽ വരാറില്ല. അതുകൊണ്ട് വളരെ സ്ലീപ്പ് അപ്പിനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. കാരണം ഞാനിപ്പോൾ കളപ്പുരയിൽ ഏതാണ്ട് ബൈബിൾ വചനം മാതിരി ഇപ്പം ജീവിച്ചു പോവുക. ആകാശത്തിലെ പറവകൾ കൊയ്യുന്നില്ല, അതേമാതിരി എനിക്ക് വിതയില്ല, കൊയ്യൂല്ല, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. അതേ ചേച്ചി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ആകപ്പാടെയുള്ള പണി ചില അവസരത്തിൽ കുത്തിക്കുറിച്ച് കൊണ്ടിരുന്നാൽ അത്താഴം ഊണിനെന്ത് ചെയ്യുന്നു കേട്ടല്ലേ? വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും പത്രമാധ്യമത്തിൽ. ന്യൂയോർക്കിൽ വെച്ച് ഉണ്ടായ ഒരു ദുശീലമാണ്. അപ്പോൾ അതിപ്പോഴും ഇവിടെ വന്നിട്ടും ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് ഗാർഡനുണ്ട് കേട്ടോ. ഇപ്പം ആകാശത്തിലെ പറവകൾ മാതിരി കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിൽ കുറച്ച് വിതച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അവിടെ പച്ചക്കറി, പയർ, അങ്ങനെയൊക്കെയുള്ള നമ്മളെ പറ്റുന്ന വിധത്തിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാലല്ലേ വയറ്റിലേക്ക് വല്ലതും പോവുള്ളൂ. ഓക്കെ, അതും ശരിക്കും ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ ഡൈജസ്റ്റ് ആവുകയുള്ളൂ. ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബൈബിൾ സ്റ്റഡീസുമായിട്ട് നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബൃഹത്തായ സംരംഭം പ്രൊഫസർ നൈനാൻ മാത്തുള്ള എൻ്റെ സുഹൃത്താണ്. ഞാൻ ഇവിടെ 1975 ന്യൂയോർക്കിലെ വൈറ്റ് പ്ലെയിൻസിൽ ആദ്യം കെന്നഡി എയർപോർട്ടിൽ ഇറങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു, സ്വാതന്ത്ര്യം. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചു. അതിനുശേഷം കുറേ 10-35 കൊല്ലം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഹ്യൂസ്റ്റൺ ഇങ്ങോട്ട് കുടിയേറി. അപ്പോൾ ആ കുടിയേറ്റത്തിൽ ഏതാണ്ട് ഇവിടെ വന്ന ശേഷം ആദ്യകാലത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു ഉത്തമ സുഹൃത്താണ്. ആ രീതിയിൽ അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചു. അപ്പോൾ
വേറെ പല സുഹൃത്തുക്കളും പരിചയക്കാരും കൂടി ഉണ്ട്. അദ്ദേഹം വിളിച്ചതനുസരിച്ച് ഞാൻ വന്നു. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും നേരാൻ, അദ്ദേഹത്തിൻ്റെ സംരംഭത്തിന്, ബൈബിൾ സ്റ്റഡിക്ക്, വേദപുസ്തക സ്റ്റഡിക്ക് എല്ലാ ഭാവുകങ്ങളും എൻ്റെ ഹൃദയപൂർവ്വം ഉള്ള എളിമയോടെയുള്ള ഭാവുകം ഞാൻ നേരുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരം തന്ന, ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി.